ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റാണ് കേട്ടോ. നമുക്ക് ടോക്കൺ നമ്പർ കിട്ടിയേക്കണം 13 ആണ്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം ഒരു 6-7 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചു നമ്മൾ ക്യാൻറ്റീനിലോട്ട് വന്നേക്കാം. നല്ല നീറ്റായിട്ടുള്ള ക്യാൻറ്റീനാണ്, നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ തോന്നും. ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ. നല്ലൊരു സാധാ റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ് അവിടുത്തെ ഫീല്. അപ്പം ഞങ്ങളിവിടെ വന്ന് ചായ കുടിക്കുകയാണ്. വെള്ളപ്പം, മുട്ടക്കറി, അതുപോലെ കടലക്കറിയൊക്കെ. ഞാൻ മുട്ടക്കറി കഴിക്കില്ല, അതുകൊണ്ട് കടലക്കറി, ചെറുപയർ കറി അങ്ങനത്തെയൊക്കെയാണ് ഞാൻ കഴിച്ചത്. നല്ല ഫുഡായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് ഒട്ടും ഫുഡ് വേണ്ടി വരില്ല. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴും അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചിറങ്ങാൻ പറ്റി കേട്ടോ. നേരത്തെ തന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാണിച്ചിറങ്ങാൻ പറ്റും. അങ്ങനെ ഇതേ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇക്ക വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തേക്കാണ്. ഞാനിങ്ങോട്ട് നടന്നു വരികയാണ് കേട്ടോ. നല്ല വെയിലാണ്, കണ്ണിലോട്ട് വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പാർക്കിംഗ് സ്പേസൊക്കെ നല്ലോണം ഉണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയപ്പോൾ ഒരു കുൽഫി വാങ്ങിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ പോയിട്ട് എനിക്കിത് കിട്ടിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വീട്ടിലെത്തിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, ഒതുക്കി പെറുക്കൊക്കെ വേണം. അപ്പം ഞാൻ ആ വീഡിയോയിലോട്ട് കിടക്കാം. പോയി വന്നു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് നമ്മുടെ കിച്ചണിലെ തിങ്സുകളില്ലേ അതിലൊക്കെ ഒന്ന് പേര് ചെയ്തൊട്ടിക്കാം. കാരണം നമ്മളില്ലാത്തപ്പോൾ ഇവിടെ ആരൊക്കെയോ ആയിരിക്കില്ല ഉണ്ടാവുക. അങ്ങനെയല്ല, ഞാൻ പ്രസവിച്ചെടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ട് പാടില്ല. അപ്പം എന്തൊക്കെ സാധനങ്ങൾ എവിടേക്കാണെന്ന് അവരറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി ഒട്ടിക്കുകയാണ് കേട്ടോ. ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അനിയത്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഉമ്മയുടെ അനിയത്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വേലക്ക് നിൽക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും എന്തൊക്കെയാണുള്ളതെന്ന്. ഇതാണ് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ള പരിപാടി. അപ്പൊ ഈ 4 സാധനങ്ങളാണ് ഈ ഒരു ബോക്സിലുള്ള. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇന്ന സാധനങ്ങളാണെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ളത് അങ്ങനെ ഓരോ സാധനങ്ങൾ ഒട്ടിച്ചു വെക്കുക കേട്ടോ. ചായ